കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെയായി കിടക്കുന്ന ഒരു പിക്ചർ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. അവിടെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മുമ്പ് ഞാൻ കൈമാറുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് അറിയിച്ച ഒരു പ്രവചന ശബ്ദം, കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുങ്കാറ്റിനാൽ നശിച്ചു കിടക്കുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. വലിയ കൊടുങ്കാറ്റ് അടിച്ച് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെയായി കിടക്കുന്ന ഒരു പിക്ചർ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മഴക്കെടുതിയും കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. ആ രാജ്യത്തിനെ കേൾക്കുന്ന ദൈവജനം, ആ രാജ്യത്തിനെ കേൾക്കുന്ന അഭിഷിക്തന്മാർ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടെയുള്ള വിശ്വാസി കുടുംബങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. കൊളംബിയയിലുണ്ടായ ഭൂകമ്പത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം 3-ാം ദിനവും തുടരുകയാണ്. ഇതുവരെ 254 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 1500ഓളം പേർ പരുക്കേറ്റ് ചികിത്സയിലാണ്. അതിനിടെ ഭൂകമ്പത്തിൽ തകർന്ന 5 നില കെട്ടിടത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ രക്ഷിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു. കെട്ടിടാവശിഷ്ടങ്ങളിൽപ്പെട്ട ഒരാളുടെ കൈകൾക്ക് കീഴിൽ നിന്നാണ് കുഞ്ഞിനെ ശ്രദ്ധാപൂർവം പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിയ പുരുഷനെയും രക്ഷിക്കാൻ കഴിഞ്ഞു. ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെരേര നഗരത്തിലാണ്. 6 വിമാനത്താവളങ്ങൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. നിരവധി നിരത്തുകളും തകർന്നതായാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:30യോടെയാണ് പടിഞ്ഞാറൻ കൊളംബിയയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ ഇടപെടുന്നത് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വെനിസ്വേലയിലുണ്ടായ ആ ഭൂമികുലുക്കം പോലെ വീണ്ടും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കണക്ക് വ്യക്തതയല്ല. ആയിരക്കണക്കിനാണ് ജനങ്ങൾ മരിച്ചിരിക്കുന്നത്. അതുപോലത്തെ സംഭവം വീണ്ടും ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ ലോകം നടുങ്ങുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കഥ പറഞ്ഞ് വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വെനിസ്വേലയിലുണ്ടായ ഭൂകമ്പം പോലെ 10,000 മരണപ്പെട്ട ഭൂകമ്പം പോലെ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, പ്ലീസ് ദൈവജനം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. കാപ്പി ഉൽപാദന മേഖലയിൽ കനത്ത നാശം വിതച്ച ഭൂകമ്പത്തിൽ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളും വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും നിലം പൊത്തുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്തു. അതിനിടെ കാപ്രി നഗരത്തിൽ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 16 മണിക്കൂറുകൾക്ക് ശേഷം ഒരു യുവതിയെ ജീവനോടെ പുറത്തെടുത്തു. കാപ്രിക്ക് സമീപമുള്ള അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഡയാനയെ രക്ഷിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ രാത്രി മുഴുവൻ പരിശ്രമം നടത്തിയിരുന്നു. ചൊവ്വാഴ്ചയാണ് ഇവരെ ജീവനോടെ പുറത്തെത്തിച്ചത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള ചോക്കോ മേഖലയിലെ ഗോത്രവർഗ സമൂഹങ്ങൾ വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ ട്രെയിനുകളും എക്സ്കവേറ്ററുകളും ഉപയോഗിച്ചും മനുഷ്യച്ചങ്ങലകൾ തീർത്തും തിരച്ചിൽ തുടരുകയാണ്. പ്രസിഡന്റ് അബർലാഡോ ഡില എസ്പ്രിയല ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും വീട് നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അധികാരത്തിലെത്തിയ ഉടൻ സാമ്പത്തിക ഞെരുക്ക് നടപടികൾ പ്രഖ്യാപിച്ച സർക്കാർ മുൻ ഭരണകൂടം തയ്യാറാക്കിയ $150 ബില്യൺ ബജറ്റ് പുനഃപരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ ഇടപെടുന്നത് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വെനിസ്വേലയിലുണ്ടായ ആ ഭൂമികുലുക്കം പോലെ വീണ്ടും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കണക്ക് വ്യക്തതയല്ല. ആയിരക്കണക്കിനാണ് ജനങ്ങൾ മരിച്ചിരിക്കുന്നത്. അതുപോലത്തെ സംഭവം വീണ്ടും ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ ലോകം
നടുങ്ങുന്ന ഒരു സംഭവമാണ് അതിനോട് കർത്താവ് പറയുന്നത്. വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വെനിസ്വേലുണ്ടായ ഭൂകമ്പം പോലെ 10,000 മരണപ്പെട്ട ഭൂകമ്പം പോലെ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. പ്ലീസ് ദൈവജനം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ ഇടപെടുന്നത് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വെനിസ്വേലുണ്ടായ ആ ഭൂമികുലുക്കം പോലെ വീണ്ടും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കണക്ക് വ്യക്തതയല്ല. ആയിരക്കണക്കിനാണ് ജനങ്ങൾ മരിച്ചിരിക്കുന്നത്. അതുപോലത്തെ സംഭവം വീണ്ടും ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ ലോകം നടുങ്ങുന്ന ഒരു സംഭവമാണ് അതിനോട്